76-ാം റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച് രാജ്യം. ഇന്ത്യയുടെ സൈനിക ശക്തിയും പൈതൃകവും വിളിച്ചോതിയ ചടങ്ങിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയായിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സല്യൂട്ട് സ്വീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രമുഖ നേതാക്കളും 10,000 അതിഥികളും ഡൽഹിയിലെ പരിപാടിയിൽ പങ്കെടുത്തു. സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര മതേതര റിപ്പബ്ലിക്കായി ഇന്ത്യ മാറിയിട്ട് ഇന്നേക്ക് 76 വർഷം. ഭരണഘടനയുടെ ഗരിമ ചോരാതെ കാത്ത 3/4 നൂറ്റാണ്ടിനെ അടയാളപ്പെടുത്തി ഡൽഹിയിലെ കർത്തവ്യപഥിൽ ആവേശോജ്വലമായ റിപ്പബ്ലിക് ദിന പരേഡ്. സുവർണ ഇന്ത്യ, പൈതൃകവും വികസനവും എന്ന സന്ദേശമുയർത്തിയായിരുന്നു ഇത്തവണത്തെ ആഘോഷം. മുഖ്യ അതിഥിയായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. പരേഡിൽ ആദ്യ അവസരം ഇന്തോനേഷ്യൻ സൈന്യത്തിന് നൽകിയതോടെ ചരിത്ര നിമിഷം. ഇതാദ്യമായാണ് ഇന്തോനേഷ്യൻ സൈന്യം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്നത്. ഇന്ത്യയുടെ 3 സേനകളും വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളും NCC അടക്കമുള്ള സംഘങ്ങളും പരേഡിന്റെ ഭാഗമായി. ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതി മിസൈലുകളും ടാങ്കുകളും കർത്തവ്യപഥിൽ നിരന്നു. കരയിലും ആകാശത്തും വിസ്മയ കാഴ്ചയൊരുക്കി സൈനികർ. ഇന്ത്യയുടെ വികസന നേട്ടവും സാംസ്കാരിക വൈവിധ്യവും ആശയമാക്കി വിവിധ സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകൾ. രാവിലെ 10:15 ദേശീയ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. കുതിരപ്പട്ടാളത്തിന്റെ അകമ്പടിയോടെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയും പരേഡിൽ പങ്കെടുക്കാനെത്തിയത്. ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുകർണോ ആയിരുന്നു അതിഥി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ മുഖ്യ അതിഥിയാക്കാനുള്ള തീരുമാനം. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷയിലായിരുന്നു ഡൽഹിയും പരിസര പ്രദേശങ്ങളും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.